ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് എം ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റിയുടെ 9ാമത്തെ ചാപ്റ്ററാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമുക്കറിയാം, ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഇൻസെപ്പറബിളും റിലേറ്റീവുമായിട്ടുള്ള ഒന്നാണെന്നുള്ളത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കൾക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയോട് ചേർക്കേണ്ടത് ആവശ്യമായി തോന്നിയിരുന്നില്ല എന്നുള്ളത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലേക്ക് വരുന്നതിൻ്റെ ഒരു ചെറു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1975 ഇന്ത്യയിൽ മൂന്നാമതായിട്ട് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അന്ന് 1975 ജൂൺ 25 നിലവിൽ വരികയും 1977 മാർച്ച് 21 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇതൊരു 2 വർഷ കാലാവസ്ഥമായിരുന്നു ഈ ഒരു അടിയന്തരാവസ്ഥ നീണ്ടു നിന്നിരുന്നത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് ആർട്ടിക്കിൾ 352 അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ത്യയിൽ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ നിലവിൽ വരുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് 2 തവണയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നത്. 1962 ഇന്ത്യ ചൈന വാറിൻ്റെ സമയത്തും 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ സമയത്തും. 1971 യുദ്ധത്തിന് ശേഷം രാജ്യത്ത് ഉടനീളം അനേകം പ്രശ്നങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഉദാഹരണം പറയുകയാണെങ്കിൽ GDP വലിയ രീതിയിൽ താഴത്തേക്ക് പോകുന്നുണ്ട്, തൊഴിലില്ലായ്മ വലിയ രീതിയിൽ വർദ്ധിച്ചു, ഓയിൽ ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടായി. ഈ ഒരു സമയത്ത് തന്നെയാണ് ജയപ്രകാശ് നാരായണൻ്റെ സമ്പൂർണ്ണ ക്രാന്തി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബീഹാർ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇവിടെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും അതിനുശേഷം ഈ അടിയന്തരാവസ്ഥയെ എതിർത്ത് നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടീനെ ആയാലും അതുപോലെ തന്നെ എതിർ കക്ഷിയിലും ഉണ്ടായിരുന്ന ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ഇതിനുവേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുകയുമുണ്ടായി. അപ്പോൾ എമർജൻസിയുടെ സമയത്ത് സംഭവിച്ചത്, ഒരു വ്യക്തിക്കും അവരുടെ അവകാശങ്ങൾ, ഫ്രീഡം ഇതൊന്നും വിട്ടു നൽകിയിരുന്നില്ല. എന്തിന്? പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ പോലും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി സെൻസർ ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു അടിയന്തരാവസ്ഥയുടെ സമയത്താണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന 42ാം ഭരണഘടനാ ഭേദഗതി 1976 നിലവിൽ വരുന്നത്. ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഒരുപാട് കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രിയാമബിൾ പഠിച്ച സമയത്ത് അതിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേ കൂടെ തന്നെ വന്ന മാറ്റമാണ് ഭരണഘടനയിലേക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊരു പ്രൊവിഷൻ കൂടി കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. നമ്മുടെ ഭരണഘടനയിലേക്ക് ഈ ഒരു ആശയം വരുന്നത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSRൻ്റെ ഭരണഘടനയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന മറ്റ് പ്രധാന ജനാധിപത്യ രാജ്യങ്ങളായിരുന്ന USA, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൊന്നും ഇത്രയും ഇലാബറേറ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ആകെ കുറച്ചെങ്കിലും കാണുവാൻ സാധിക്കുന്നത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമാണ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പൊതുവെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനൊപ്പം തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ USSRൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള റൈറ്റ്സ്, ഫ്രീഡം, ഡ്യൂട്ടീസ് ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുവാനായിട്ട് സാധിക്കുന്നതല്ല. എല്ലാം ഒരേപോലെ തന്നെ കൊണ്ടുപോകേണ്ടതാണ് എന്ന രീതിയിലായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1975 1977 നടന്നിട്ടുണ്ടായിരുന്ന ഇൻറ്റേർണൽ എമർജൻസിയുടെ സമയത്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലേക്ക് ചേർക്കപ്പെടുന്നത്. അങ്ങനെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന കാര്യം റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്നുള്ളത്. 1976 കോൺഗ്രസ് പാർട്ടി ഇങ്ങനൊരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നത്. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനായിരുന്നു ഭരണഘടനയിലേക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊരു പ്രൊവിഷൻ സെപ്പറേറ്റ് ചാപ്റ്ററിൽ തന്നെ ആഡ് ചെയ്യണമെന്നുള്ളത്. അതിലവർ പറഞ്ഞിരുന്നത്, ഇന്ത്യയിൽ ഇവിടെയുള്ള ഓരോ പൗരന്മാർക്കും അവരുടെ റൈറ്റ്സ് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നൊരു കോൺഷ്യസ് അവർക്കിടയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരണകൂടം ഈ ഒരു റെക്കമെൻഡേഷനെ അക്സെപ്റ്റ് ചെയ്യുകയും 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ഒരു കാര്യത്തെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അന്ന് ഭരണഘടനയിലേക്ക് ചേർക്കപ്പെട്ട ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4A. ഈ പാർട്ട് 4Aയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമാണ്, ആർട്ടിക്കിൾ 51A.
അന്ന് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡ് ചെയ്തിരുന്നത് 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോഴേക്കും 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് ഭരണഘടന നിർമ്മിച്ച സമയം ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ചെയ്ത ചരിത്രപരമായിട്ടുള്ളൊരു മിസ്റ്റേക്കായിരുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചേർക്കപ്പെടാതെ പോയത് എന്നുള്ളതാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷനെല്ലാം അതിലെല്ലാം തന്നെ അന്നത്തെ കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നതായിരുന്നില്ല. അതിലൊന്നാമതായിട്ടുള്ളതാണ് സ്വരൺ സിംഗ് കമ്മിറ്റി പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരെങ്കിലും അനുസരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിന് തയ്യാറാകാത്ത അവസരത്തിൽ അവർക്ക് മുകളിൽ പണിഷ്മെൻറ്റും പെനാൽറ്റിയും ഒക്കെ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകണമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അതുപോലെ തന്നെ ഇത്തരത്തിലൊരു പെനാൽറ്റിയിലെ പണിഷ്മെൻറ്റിന് വേണ്ടി ഉണ്ടാകുന്ന നിയമങ്ങളൊന്നും തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഇൻഫ്രിഞ്ച്മെൻ്റ് ആകും എന്ന രീതിയിലായിട്ട് ചോദ്യം ചെയ്യുവാനായിട്ട് പാടില്ല എന്നുള്ളൊരു റെക്കമെൻഡേഷനും അന്ന് സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് സിമിലർലി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യമായിരുന്നു ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളൊരു റെക്കമെൻഡേഷൻ കൂടി സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതും അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ഈ 3 കാര്യങ്ങൾ അന്നത്തെ ഗവൺമെൻറ് അംഗീകരിക്കാതെ പോകുന്നു. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 51A ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 51A A to J എന്ന പ്രൊവിഷനിലാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് 2002 86ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വന്ന സമയത്തേക്ക് 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടെ വന്നപ്പോൾ കെ എന്നൊരു ക്ലോസ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 1ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭരണഘടനയെ അബൈഡായിട്ട് നിൽക്കുക, അതിൻ്റെ ഐഡിയാസിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ ബഹുമാനിക്കുക, ദേശീയ പതാകേനെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. 2ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള നോബിൾ ഐഡിയാസിനെ എല്ലാം ചെറിഷ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും എല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ്. 3ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റി, യൂണിറ്റി, സോവറിറ്റി അല്ലെങ്കിൽ പരമാധികാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അപ്ഹോൾഡ് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. 4ാമത്തെ ഡ്യൂട്ടിയാണ് രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുക. ആവശ്യമുള്ള സമയങ്ങളിൽ ഗവൺമെൻറ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നാഷണൽ സർവീസുകൾ റെൻഡർ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് യുദ്ധമുണ്ടാകുന്ന സമയം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. 5ാമതായിട്ട് പറയുന്ന കാര്യം, അല്ലെ 5ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന കാര്യം ഹാർമോണി പ്രൊമോട്ട് ചെയ്യുക. അതായത് എല്ലാ വ്യക്തികൾക്കും ഇടയിൽ ഒരു കോമൺ ബ്രദർഹുഡ് അല്ലെങ്കിൽ സാഹോദര്യം എന്ന സ്പിരിറ്റിനെ വളർത്തിയെടുക്കുക. അതായത് പല മതത്തിലും ഭാഷയിലും റിലീജിയനുള്ള വ്യക്തികൾ ഈ ഡൈവേഴ്സിറ്റികൾക്കെല്ലാം ഇടയിൽ ഒരു കോമൺ ഹാർമോണി വളർത്തിയെടുത്തിട്ട് സാഹോദര്യം അല്ലെങ്കിൽ ബ്രദർഹുഡിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ തകർക്കുന്ന തരത്തിലുള്ള പ്രാക്ടീസുകളൊന്നും തന്നെ നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നും 5ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിലൂടെ പറഞ്ഞു വെക്കുന്നു. 6ാമതായിട്ട് പറയുന്നത് രാജ്യത്തിൻ്റെ കോമ്പോസിറ്റ് ആയിട്ടുള്ള കൾച്ചറും ഹെറിറ്റേജും എല്ലാം സംരക്ഷിക്കണം, അതിന് വില കൽപ്പിക്കണം എന്നുള്ളതാണ്. 7ാമതായിട്ട് പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻ്റ് ആണ്. നമ്മുടെ പ്രകൃതിയെയും ജീവജാലങ്ങളെല്ലാം സംരക്ഷിക്കണമെന്ന് പറയുന്നതാണ് 7ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. 8ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടെമ്പറിനെ വളർത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സയൻറ്റിഫിക് ടെമ്പറിനെ വളർത്തിയെടുക്കുക, ഹ്യൂമാനിറ്റീനെ വളർത്തിയെടുക്കുക, ഒരു ഇൻക്വയറി അല്ലെങ്കിൽ റീഫോം തുടങ്ങിയ സ്പിരിറ്റുകളൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് 8ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. 9ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് വയലൻസിനെ ഒഴിവാക്കുകയും പൊതുമുതലുകൾ സംരക്ഷിക്കണമെന്നുള്ളതും. പിന്നീട് വരുന്ന 10ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നതാണ്, ഇതൊരു 10ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ 10ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും എല്ലാ സ്പീഡിലും എക്സൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, അതിനുവേണ്ടി ഓരോ വ്യക്തികളും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം വലിയൊരു വളർച്ചയുടെ പാതയിലേക്ക് നീങ്ങുകയുള്ളൂ. 11ാമതായിട്ട് പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് നിലവിൽ വരുന്നത്. ഇത് റൈറ്റ് ടു എഡ്യൂക്കേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരേ സമയം അതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുമാണ്, അതുപോലെ തന്നെ അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റും കൂടിയാണ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറഞ്ഞിട്ടുള്ള ചില ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സിവിക് നേച്ചറും മറ്റ് ചിലത് മോറൽ ഡ്യൂട്ടീസുമാണ്. അതായത് സിവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ദേശീയ പതാകയെ റെസ്പെക്റ്റ് ചെയ്യുക,
അല്ലെങ്കിൽ ദേശീയ ഗാനത്തെ റെസ്പെക്റ്റ് ചെയ്യുക തുടങ്ങിയവയൊക്കെ സിവിക് നേച്ചറിലുള്ളതാണ്. ഇനിയിപ്പോൾ മോറൽ സൈഡിലുള്ളതാണെങ്കിൽ ഇപ്പം സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മോറൽ നേച്ചറിലുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. രണ്ടാമതായിട്ട് വരുന്നൊരു ഫീച്ചറാണ് നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷണൽ മിത്തോളജി അല്ലെങ്കിൽ റിലീജിയൻസിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വാല്യൂസാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വേ ഓഫ് ലൈഫിന് വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രൽ ആയിട്ടുള്ള കാര്യങ്ങളെ കോഡിഫൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന കാര്യമാണ് രണ്ടാമത്തെ ഫീച്ചറായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസണുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിദേശ പൗരൻ ഇത് പാലിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞ സമയത്ത് അത് പല ഫണ്ടമെൻ്റൽ റൈറ്റ്സും വിദേശികൾക്കുണ്ടായിരുന്നു. എന്നാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും അതൊരു ഇന്ത്യൻ പൗരനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരു വിദേശ പൗരൻ ഇത് പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോൺ ജസ്റ്റിഷ്യബിളാണ്. അതായത് സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ഇത് പാലിച്ചില്ല എങ്കിൽ പണിഷ് ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഇത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് നോൺ ജസ്റ്റിഷ്യബിളാണ്. ഇതിൻ്റെ ഒരു വയലേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് അതിന് നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒന്നാമത്തെ പാർട്ടിലൂടെ നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം. നാളെ നമ്മൾ ക്രിറ്റിസിസം മുതലുള്ള കാര്യങ്ങൾ, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ക്രിറ്റിസിസം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രം നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. ഓക്കെ, എങ്കിൽ മാത്രം ഇത് കുറച്ചെങ്കിലും നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.